നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോതമംഗലത്ത് കാമുകന് വിഷം കൊടുത്തു കൊന്ന അദീനയുടെ കൂടുതൽ കഥകൾ ഇപ്പോൾ പുറത്തേക്ക്. അദീന അത്ര നിസ്സാരക്കാരിയല്ല. ആൻസിൽ എന്ന 38-കാരനെ കൊല്ലാൻ അവർ പദ്ധതിയിട്ടത് വളരെ ആസൂത്രിതമായി. അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ അദീന കൃത്യമായി ചെയ്തു കൂട്ടി. കൊലപാതക രീതികൾ പഠിക്കാൻ അവൾ മാനസഗുരുവായി തെരഞ്ഞെടുത്തത് തിരുവനന്തപുരംകാരി കഷായം ഗ്രീഷ്മയെ. തിരുവനന്തപുരത്ത് കാമുകൻ ഷാരോണിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയുടെ ആ ചെയ്തികളൊക്കെ അവൾ കൃത്യമായി മനസ്സിലാക്കി. എന്തിനേറെ, ഗ്രീഷ്മ ഉപയോഗിച്ച ആ കീടനാശിനിയുടെ പേര് പോലും അദീന പഠിച്ചെടുത്തു. കാമുകനെ ഇല്ലാതാക്കാൻ ഗ്രീഷ്മ സ്വീകരിച്ച വഴികൾ കൃത്യമായി മനസ്സിലാക്കിയാണ് അദീന ചരട് വലിച്ചത്. ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ എളുപ്പത്തിൽ ഒരാളെ ഇല്ലാതാക്കാൻ പാരക്വേറ്റ് മികച്ചതാണ് എന്ന് അദീന തിരിച്ചറിഞ്ഞു. പുരുഷ സുഹൃത്ത് അൻസിലിനെ ഇല്ലാതാക്കി മറ്റൊരുത്തനെ കൂടെ കൂട്ടാനായിരുന്നു അദീനയുടെ ശ്രമം. അൻസിൽ സാമ്പത്തികമായി തന്നെ ചതിച്ചത് മാത്രമല്ല, മറ്റൊരു പുരുഷനോടുള്ള അഭിനിവേശവും ഇതിന് കാരണമായി. മാരകമായി കീടനാശിനി ശരീരത്തിനുള്ളിൽ എത്തപ്പെട്ടാൽ ജീവിതത്തിലേക്ക് അവൻ ഇനി തിരിച്ചു വരില്ല എന്ന് അദീനയ്ക്ക് കൃത്യമായി മനസ്സിലായി. തുടർന്നാണ് വ്യക്തമായ പ്ലാനിങ്ങോടെ അൻസിലിനെ തൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തിയത്. ആ വീട്ടിൽ അദീന ഒറ്റയ്ക്കാണ്. അൻസിലിനെ വിളിച്ചു വരുത്തി ആദ്യം ചില കാമകേളികൾ, പിന്നീട് ഇരുവരും തമ്മിൽ ഇടഞ്ഞു. അതിനുശേഷം അദീന അവനെ ചേർത്തു പിടിച്ചു. പിന്നീട് അവന് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ശീതളപാനീയം കൊടുത്തു. അതും വളരെ ആസൂത്രിതമായി. ശീതളപാനീയം ഒരു ഡിസ്പോസബിൾ ഗ്ലാസ്സിലാണ് അവൾ എടുത്തത്. അതിനുശേഷം ആ ശീതളപാനീയത്തിലേക്ക് പാരക്വേറ്റ് ഒഴിച്ചു. അവന് കുടിക്കാൻ കൊടുത്തു. പാരക്വേറ്റ് ശരീരത്തിനുള്ളിൽ കടന്നാൽ പിന്നെ മരുന്നുകൾ പ്രവർത്തിക്കില്ല എന്ന് അദീനയ്ക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ പുറം നാടുകളിൽ പലയിടങ്ങളിലും ഇത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഒരു വശത്ത് അൻസിലുമായുള്ള സാമ്പത്തിക തർക്കങ്ങൾ, മറുവശത്ത് ഒരു പുതിയ കാമുകനോടുള്ള അഭിനിവേശം. അൻസിലിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ പുതിയ കാമുകനൊപ്പം ഒരു ജീവിതം ആരംഭിക്കാൻ കഴിയൂ എന്ന് അദീന മനസ്സിലാക്കി. അദീനയുടെ അടുക്കലേക്ക് ചിലപ്പോഴൊക്കെ ഈ കാമുകൻ എത്താറുണ്ട്. അപ്പോഴൊക്കെ അൻസിൽ വലിയ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കും. കോളേജ് പഠനകാലത്ത് തന്നെ അദീന പ്രണയമൊരു ഹോബിയാക്കിയിരുന്നു. അവളുടെ പ്രണയവലയിൽപ്പെട്ടത് നിരവധി ആൺകുട്ടികൾ. അദീന വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ അത് അപകടമാകുമെന്ന് ബന്ധുക്കൾക്ക് പോലും മനസ്സിലായി. കാരണം ഒരേ സമയം പല പുരുഷന്മാരുമായി അവൾ ബന്ധം സ്ഥാപിച്ചിരുന്നു. കോളേജ് പഠനകാലത്ത് ഒരു കാമുകൻ തന്നെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചു എന്ന് കാട്ടി അവൾ പോലീസിലും പരാതി നൽകിയിരുന്നു. ഇത്രയേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അദീന അതിസുന്ദരിയുമാണ്. അദീനയുടെ വലയത്തിൽപ്പെട്ട അൻസിലിന് ഒരു രക്ഷപ്പെടൽ തന്നെ അസാധ്യമായിരുന്നു. അമ്മയുടെ മരണശേഷം ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് അദീന. അദീനയുടെ അടുക്കലേക്ക് ചിലരൊക്കെ വൈകുന്നേരങ്ങളിൽ എത്താറുണ്ട് എന്ന് അയൽക്കാർ പറയുന്നു. അൻസിലാണ് സ്ഥിരം സന്ദർശകൻ. ബന്ധുക്കളൊക്കെ അടുത്ത് തന്നെ താമസമുണ്ടെങ്കിലും അവരുമായി വലിയ അടുപ്പമില്ല. അയൽക്കാരോട് പോലും ഒട്ടും അടുപ്പം അദീന സൂക്ഷിച്ചിരുന്നില്ല. 1 വർഷം മുൻപ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വഴിയാണ് അദീന അൻസിലിനെ പരിചയപ്പെടുന്നത്. ഈ സുഹൃത്തും അദീനയും തമ്മിൽ വല്ലാത്ത ഇഴയടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയ അൻസിൽ ഇതിനെതിരെ പിന്നീട് കലഹിച്ചു. അതിൻ്റെ പേരിൽ ആ സുഹൃത്തിനെ മാറ്റി നിർത്തിയിരുന്നു. എങ്കിലും പിന്നീടൊരിക്കൽ ആ സുഹൃത്ത് വീട്ടിലെത്തി അദീനയെ ക്രൂരമായി മർദ്ദിച്ചു. ശീതളപാനീയത്തിൽ വിഷം ചേർത്ത് കാമുകന് നൽകിയ അദീന അവൻ പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിൽ വീഴുമെന്ന് മനസ്സിലാക്കി. തുടർന്ന് വീടിന് പുറത്തേക്ക് അനുനയത്തിലെത്തിച്ചു. അബോധാവസ്ഥയിലായ അൻസിൽ ഇനി ഉണരില്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അദീന പോലീസിനെ വിവരമറിയിച്ചു. പുലർച്ചെ 4:30 അദീന കൃത്യം നടപ്പിലാക്കിയത്. വിഷം നൽകിയതിനു ശേഷം അദീന വളരെ ബുദ്ധിപൂർവ്വം അവനെ പുറത്തെത്തിച്ചു. പിന്നീട് അദീന പോലീസിനെ വിളിച്ച് വിഷം കഴിച്ച ഒരാൾ അബോധാവസ്ഥയിൽ തന്റെ വീടിന്റെ പരിസരത്ത് കിടക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. ഇതിനിടയിൽ അൻസിലിന് ബോധം തെളിഞ്ഞു. അൻസിൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് വിഷം ഉള്ളിൽ ചെന്ന് താൻ അവശനാണ്, എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് ആവശ്യപ്പെട്ടു. സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിന്റെ ബന്ധുക്കളെ വിളിപ്പിച്ചു വരുത്തി. ആംബുലൻസുമായി എത്തിയ ബന്ധുവിനോടും പോലീസിനോടും ആശുപത്രിയിൽ വെച്ച് ഡോക്ടറോടും അൻസിൽ പറഞ്ഞു, കുടിക്കാൻ തന്ന ശീതളപാനീയത്തിൽ അദീന വിഷം കലർത്തി തന്നുവെന്ന്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോലീസ് ശീതളപാനീയത്തിൽ കളനാശിനി കലക്കി നൽകിയെന്ന് കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത അദീനയുടെ പേരിൽ ആദ്യം വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ അൻസിൽ മരണപ്പെട്ടതോടെ കൊലപാതക കുറ്റം ചുമത്തി. ഏറെ അടുപ്പക്കാരായിരുന്നു അൻസിലും അദീനയും. അൻസിൽ വിവാഹിതനാണ്, 2 കുട്ടികളുടെ പിതാവും. ഇടയ്ക്കിടെ ഇരുവരും തമ്മിൽ വഴക്ക് പതിവാണ്.
ഒരിക്കൽ അൻസിൽ വീട്ടിൽ വെച്ച് തന്നെ മർദ്ദിച്ചതായി ചൂണ്ടിക്കാട്ടി അദീന പോലീസിലും പരാതി നൽകി. കേസ് കോടതി മുഖേനയാണ് അന്ന് ഒത്തുതീർപ്പാക്കിയത്. ഈ ഒത്തുതീർപ്പ് പ്രകാരം അൻസിൽ അദീനയ്ക്ക് ഇത്തിരി പണം നൽകേണ്ടതുണ്ട്. ടിപ്പറും JCBയും ഒക്കെ വാടകയ്ക്ക് നൽകുന്ന ജോലിയാണ് അൻസിൽ ചെയ്തിരുന്നത്. കൂടത്തിൽ വാഹനക്കച്ചവടവുമുണ്ട്. പോലീസിന്റെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ അദീന തയ്യാറാകുന്നില്ല. അദീനയ്ക്ക് ഇക്കാര്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കരുതുന്നു. വിഷം ആൻസിൽ കൊണ്ടുവന്നതാണ്, അവൻ ആത്മഹത്യയാണ് ചെയ്തത് എന്ന മൊഴിയാണ് ആദ്യം പോലീസിന് മുന്നിൽ അദീന കൊടുത്തത്. എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അദീന കുറ്റം സമ്മതിച്ചു. കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അദീന വാങ്ങിയതിന്റെ തെളിവുകൾ പോലീസ് അദീനയ്ക്ക് മുൻപിൽ കാട്ടിയപ്പോഴാണ് അവൾ പരിങ്ങിയത്. അവൾ വിഷം നൽകി എന്നെ ചതിച്ചുവെന്ന് നിരവധി തവണ മരിക്കുന്നതിന് മുൻപ് അൻസിൽ മൊഴിയും നൽകി. ചോദ്യം ചെയ്യലിൽ അദീന മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ കുഴയ്ക്കുന്നു. കൃത്യത്തിന് ശേഷം അൻസിലിന്റെ മൊബൈൽ ഫോൺ എടുത്ത് അവൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. ദൂരെ കാട്ടിൽ വീണ മൊബൈൽ ഫോൺ പിന്നീട് കാട് വെട്ടിത്തെളിച്ചാണ് പോലീസ് കണ്ടെത്തിയത്. ഇതും കേസിൽ ഏറെ നിർണായകമായി. ഡിസ്പോസബിൾ ഗ്ലാസ് അവൻ കുടിച്ചതിന് ശേഷം അദീന വലിച്ചെറിഞ്ഞു. സുഹൃത്തുക്കളായിരുന്ന അൻസിലും അദീനയും തമ്മിൽ പലപ്പോഴും പണമിടപാടുകളുടെ പേരിൽ വലിയ തർക്കവും വഴക്കും. സോണി എന്ന വ്യക്തിയാണ് അൻസിലിനെ അദീനയ്ക്ക് പരിചയപ്പെടുത്തിയത്. സോണിയുടെയും ഏറ്റവും അടുത്ത അടുപ്പക്കാരിയായിരുന്നു അദീന. എന്നാൽ സോണിയുമായുള്ള അടുപ്പം പിന്നീട് അൻസിൽ എതിർത്തു. ഇതിനിടയിൽ സോണി അദീനയുടെ വീട്ടിലെത്തി അദീനയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. സോണി വീട്ടിൽ കയറി അദീനയെ മർദ്ദിച്ചതിന്റെ പേരിൽ അൻസിൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ടിപ്പർ ഡ്രൈവറായിരുന്നു അൻസിൽ. പിന്നീട് JCBയും ടിപ്പറുമൊക്കെ വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്ന തൊഴിലും നോക്കി. പ്രണയ വിഷച്ചതിയുടെ രണ്ടാമത് കഥയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. നേരത്തെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഷാരോണും ഗ്രീഷ്മയുടെയും കഥ. ഷാരോണിൻ്റെയും ഗ്രീഷ്മയുടെയും ആ കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഇരുവരും വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടക്കാനൊരുങ്ങുന്നു. ഷാരോൺ നേരത്തെ വിവാഹം കഴിച്ചിരുന്നില്ല. എന്നാൽ ഇവിടെ അൻസിൽ 38കാരനാണ്, 2 കുട്ടികളുടെ പിതാവ്. പോലീസ് അന്വേഷണത്തിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ കോതമംഗലം ചെറിയ പള്ളിത്താഴത്തുള്ള കടയിൽ നിന്ന് അദീന കീടനാശിനി വാങ്ങിച്ചതായുള്ള സുപ്രധാന തെളിവ് ലഭിച്ചു. മാലിപ്പാറയിൽ അദീനയുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് അപ്രത്യക്ഷമായെന്നും പോലീസ് കണ്ടെത്തി. ഈ ഹാർഡ് ഡിസ്ക് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുന്നു. ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. തന്ത്രപൂർവ്വം അതീവ ശ്രദ്ധയോടെയുള്ള ആസൂത്രണമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ അദീന നടത്തിയത്. എങ്കിലും പരമപാളിച്ചയിൽ ചെന്ന് അവസാനിച്ചു. വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രണയവും അവിഹിതവുമൊക്കെ പല വിധത്തിലാണ്. ഇത്തരം ബന്ധങ്ങളെ പലപ്പോഴും നമുക്ക് കുറ്റപ്പെടുത്താം. എങ്കിലും ഈ ബന്ധങ്ങൾക്കപ്പുറം ചതിയുടെ ഇരുണ്ട ലോകമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവന് തുല്യം ഷാരോൺ സ്നേഹിച്ച ഗ്രീഷ്മയെന്ന പെൺകുട്ടി, അവൾ ഒടുവിൽ ഒരു ചെകുത്താനായി മാറി ഷാരോണിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി. മറ്റൊരു വിവാഹ ജീവിതം നയിക്കാനായിരുന്നു ഗ്രീഷ്മയെ കൊടുംചതി ചെയ്തത്. അദീനയും മറ്റൊരു കാമുകനു വേണ്ടിയാണ് ഇവിടെ അൻസിലിനെ കൊലപ്പെടുത്തിയത് എന്നതാണ് പ്രാഥമിക സൂചന. കയ്യിൽ വിഷം നിറച്ച പാത്രം, ഉള്ളിൽ കൊടൂര വിഷം. ഇത്തരം പ്രണയിനികൾ പലരുടെയും ജീവനെടുക്കും എന്നതിന്റെ സൂചന. കൂടുതൽ ജാഗ്രതയോടെ വേണം ഇനി ബന്ധങ്ങളിലേക്ക് കടക്കാൻ എന്ന ഓർമ്മപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.